ബ്രേക്ക്ഫാസ്റ്റുകളുടെ രാജാവെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന എനിക്ക് അത്രയും പ്രിയപ്പെട്ട സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയായ നല്ല വെളുത്ത് തുടുത്ത പഞ്ഞി പോലുള്ള കഴിക്കാൻ അതീവ രുചികരമായ ഇഡ്ഡലി മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഈ ടൊമാറ്റോ ചട്നി, അതിലിങ്ങനെ സൂക്കായ ഇഡ്ഡലി കഴിക്കാൻ എന്ത് രുചിയാണെന്നോ. വളരെ വ്യത്യസ്തമായ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്താണ് ഈ ചട്നി ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ സ്ട്രീറ്റ് സ്റ്റൈൽ ടൊമാറ്റോ ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമോ? ഈ രുചി ഉണ്ടാക്കാൻ വെറും 10 മിനിറ്റ് മതിയാവും. ആദ്യം ഉണക്കമുളക് 8 എണ്ണം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാം. ഈ സമയം 1 സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാം. ഈ ചട്നിക്ക് എള്ളെണ്ണയാണ് നല്ലത്. ഇനി കടുക് ചേർത്ത് പൊട്ടിയ ശേഷം മാത്രം 5 വെളുത്തുള്ളി കട്ട് ചെയ്യേണ്ട മുഴുവനായി തന്നെ ചേർക്കാം. കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി മെയിൻ ഇൻഗ്രീഡിയൻസായ 1 സവാളയുടെ കൂടെ 10 വെളുത്തുള്ളി, 4 ടൊമാറ്റോ, 1 സവാളയ്ക്ക് 4 ടൊമാറ്റോ, അതാണ് കണക്ക്. ഇതിൻ്റെ കൂടെ കുതിർത്ത മുളകും ചേർത്ത് അരച്ച് ഈ ചൂടെണ്ണയിൽ ചേർക്കണം. പാകത്തിന് ഉപ്പ് കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് വഴറ്റാം. ഉള്ളിയും ടൊമാറ്റോയും പച്ചയായി അരച്ച് ചേർത്തത് കൊണ്ട് അതിൻ്റെ റോ സ്മെൽ മാറുന്നത് വരെ വഴറ്റണം. എന്നാലേ ഇത്രയും നല്ല രുചി കിട്ടൂ. എണ്ണ തെളിയുന്നതാണ് പാകം. ഈ ഗ്രേവി എണ്ണ തെളിഞ്ഞ് കുറുകി വരുമ്പോൾ 2 കപ്പ് വെള്ളം ചേർക്കണം. നന്നായി മിക്സ് ചെയ്ത് ഗ്രേവി തിളച്ച് വരുമ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അത് മറ്റൊന്നുമല്ല, ദോശമാവാണ്. ഒരു വലിയ സ്പൂണ്, ഇത് 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും, ചേർത്ത് കൊടുക്കാം. വീണ്ടും തിളക്കട്ടെ. ഇനി ഫ്ലെയിം മീഡിയം ആക്കണം. എന്നിട്ട് കൈവിടാതെ ഇളക്കണം. പെട്ടെന്ന് തന്നെ കുറുകി വരും. അവസാനം മല്ലിയിലയും ചേർത്ത് വീണ്ടും തിളപ്പിക്കുമ്പോൾ അതീവ രുചികരമായ ടൊമാറ്റോ ചട്നി റെഡിയായി. നിറയെ ചട്നി ഒഴിച്ച് സൂക്കായ ഇഡ്ഡലി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഈ ചട്നിയുടെ ടേസ്റ്റ് എൻഹാൻസറാണ് മല്ലിയില. മാത്രമല്ല, മല്ലിയിലയുടെ ആരോഗ്യ ഗുണങ്ങളും കിട്ടും. ഈ ചട്നി വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നിമിഷങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ.